ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് നമ്മുടെ ഡെൽമാർക്ക മുന്നിലാണ്. അപ്പോൾ ഇന്നിനാണ് നിങ്ങളെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ക്യാരറ്റ്, ബീട്രൂട്ട്, ആപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം എത്ര സമയം കൊണ്ട് ഉണങ്ങും നോക്കാം. നമ്മുടെ മെഷീൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുന്നോട്ട് നിന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് നമ്മുടെ 5 ട്രേസിൻ്റെ ഒരു മെഷീനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ്റെ മീറ്റർ പാനൽ വരുന്നത്. ഇതെല്ലാം നമ്മൾ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് പറയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റർ പാനൽ. ജസ്റ്റ് ഈ പവർ ബട്ടൺ ഓണാക്കിയാൽ തന്നെ നമ്മുടെ മെഷീൻ ഓണാവും. വളരെ സിമ്പിളാണ് മെഷീൻ്റെ പ്രവർത്തനങ്ങളെല്ലാം. ഇപ്പോൾ ഈ കാണുന്ന 33 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇതിൻ്റെ ഉള്ളിലുള്ള നോർമൽ ടെമ്പറേച്ചറാണ്. ഈ കീ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ എത്ര വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 60 ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് മാറ്റുകയാണ്. നമ്മൾ ജസ്റ്റ് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം, ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ അപ്പയറോ ഡൗൺ ഉപയോഗിച്ച് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും 60 നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ 60 ഉള്ളിൽ ടെമ്പറേച്ചർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെഷീൻ കട്ട് ഓഫ് ആയിക്കോളും. ഇതാണ് നമ്മുടെ ഹീറ്റർ ഇൻഡിക്കേഷൻ ലൈറ്റാണ്. മെഷീൻ ഓൺ ആകുമ്പോൾ ഹീറ്റർ ഓൺ അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റാണ് കാണുന്നത്. പിന്നെ ഇത് ഫ്യൂസാണ്. എന്തെങ്കിലും ഓവർ വോൾട്ടേജ് വരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഫ്യൂസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്യൂസ് പോവും. ഫ്യൂസ് നമുക്ക് മാറ്റാവുന്നതുള്ളൂ. നമുക്ക് മെഷീൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കാം എന്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 5 ട്രേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ട്രേസ് എല്ലാം തന്നെ 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. തുരുമ്പ് കാര്യങ്ങളൊന്നും വരില്ല. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ എല്ലാവിധ സാധനങ്ങളും ഉണക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പോൾ നമ്മളിതിങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആപ്പിളാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. നമ്മളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അളവിലേക്കും ചിലപ്പോൾ അരിയുണ്ടാവുക. അത് നമ്മൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി അരിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞത് ഉണക്കാം ഇതിൽ. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ടായിരിക്കും അതിന് ഉണങ്ങി കിട്ടുന്നുള്ള സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ക്യാരറ്റ് അങ്ങനെ എല്ലാ സാധനങ്ങളും അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയാണ് അരിയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഓറഞ്ച് എടുത്തു. ഓറഞ്ച് നമ്മൾ ജസ്റ്റ് അല്ലിയാക്കിയിട്ട് തന്നെ വെക്കുകയാണ്. പിന്നെ നമ്മൾ മാതള നാരങ്ങ ഉണ്ട്. അപ്പോൾ നമ്മൾ മാതള നാരങ്ങ അരിഞ്ഞ് എടുക്കുകയാണ്. ഇതിങ്ങനെ അല്ലി വിടർത്തിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ അത്യാവശ്യം പഴം, ആപ്പിള്, ബീട്രൂട്ട്, ഓറഞ്ച്, ക്യാരറ്റ്, തക്കാളി ഇതെല്ലാം നമ്മൾ നമ്മുടെ ട്രേസിലാക്കിയിട്ട് അരിഞ്ഞ് ഇട്ടേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ മാതള നാരങ്ങ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെഷീനിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മളിങ്ങനെ 3 ട്രേയിലേക്കുള്ള ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ അടുത്ത്. അപ്പോൾ 5 ട്രേൻ്റെ മെഷീനായി കാരണം നമ്മൾ 2 ട്രേ കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മളെല്ലാം കറക്റ്റായിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രേയിലാണ് നമ്മൾ ആപ്പിളും പഴവും ബീട്രൂട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഉണക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ അറ്റ് എ ടൈം ഒരു സാധനം മാത്രം ഉണക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കിനി അതിനെ അടച്ചു വയ്ക്കാം. നമുക്കിനെ ഒരു 10-15 മണിക്കൂർ എടുക്കുക എന്തായാലും ഇതിലുള്ള എല്ലാ സാധനങ്ങളും ഉണങ്ങാനായിട്ട്. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഏകദേശം ഒരു 16 മണിക്കൂറായി. നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണ്ടായിരുന്നു. അത് ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നുള്ളതുകൊണ്ടാണ് കുറേ വീഡിയോസ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എല്ലാം നല്ല രീതിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 16 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഉണങ്ങാൻ ബാക്കിയുള്ളത് നമുക്ക് ഓറഞ്ച് മാത്രമാണ് കുറച്ചുകൂടി ഉണങ്ങാനുള്ളൂ. അത് 2 മണിക്കൂർ കൂടി നമ്മൾ വെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 18 മണിക്കൂറാണ് ഓറഞ്ച് ഉണങ്ങാൻ സമയം വേണ്ടി വരിക. ബാക്കി എല്ലാം തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാം നമ്മൾ ഇനി നമ്മുടെ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വയ്ക്കുകയാണ്. ഉണങ്ങിയതെല്ലാം പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതെല്ലാം ഇനി പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ പുറത്തേക്ക് എടുത്ത് നമ്മൾ സെപ്പറേറ്റേക്ക് വെച്ചേക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ സാധനങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ മുകളിൽ ഓറഞ്ച് കാണാം, തക്കാളി കാണാം, മാതള നാരങ്ങയുടെ തൊലി, ഓറഞ്ച്, ബീട്രൂട്ട്, ക്യാരറ്റ്, പഴം, ആപ്പിള്,
മാതള നാരങ്ങ. നിങ്ങൾക്കിവിടെ കാണാം ആപ്പിളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം എല്ലാം നല്ല രീതിക്ക് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴം. അപ്പോൾ പഴം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണക്കാനുണ്ടെങ്കിലോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഡ്രയറിൽ വെച്ച് ഉണക്കാം. നാളികേരം, ജാതിക്ക. അപ്പോൾ നമ്മളുടെ കമ്പനി ഇതിങ്ങനെ ഡ്രയേഴ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കമ്പനി 3 ട്രേ മുതലാണ് ട്രേസ് ഉണ്ടാക്കുന്നത്. 3 ട്രേ മുതൽ എത്ര ട്രേസിൽ ഡ്രയർ വേണമെങ്കിലും നമ്മുടെ കമ്പനി കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് ഉണ്ടാക്കി നൽകുന്നതാണ്. അതിപ്പോൾ 10 ട്രേയോ 50 ട്രേയോ 100 ട്രേയോ എത്ര ട്രേസ് ആയാലും നമ്മുടെ കമ്പനി ഉണ്ടാക്കി നൽകുന്നതാണ്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 12 മണിക്കൂർ കൊണ്ട് നാളികേരം വരെ ഉണക്കിയെടുക്കാനുള്ള മെഷീൻസ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എല്ലാം നല്ല രീതിക്ക് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രയർ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഡ്രയർ ആവശ്യമുണ്ടെങ്കിലോ നമ്മളുടെ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതെല്ലാം ഉണങ്ങി കിട്ടിയതിൻ്റെ സമയം ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ട എല്ലാത്തിൻ്റെയും സമയം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണക്കിയെടുത്ത സാധനങ്ങൾ. ഇതിപ്പോൾ കാണുന്നത് മാതള നാരങ്ങയുടെ തൊലിയാണ്. അപ്പുറത്ത് നിങ്ങൾക്ക് തക്കാളി കാണാം. തക്കാളിയൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് നമ്മൾ ഉണക്കിയ സാധനങ്ങളൊക്കെ സക്സസ്ഫുള്ളായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങൾ ഉണക്കാനായിട്ട് നമ്മുടെ ഡ്രയർ ആവശ്യമുണ്ടെങ്കിലോ ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെപ്പറ്റി എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്.